നമസ്കാരം. കേരളീയ സമൂഹത്തിലേറെ ശ്രദ്ധേയമായ പഴയ രണ്ട് മതം മാറ്റ കേസുകളാണ് മാധവിക്കുട്ടിയുടെ മതം മാറി കമല സുരയ്യയായി മാറിയതും മറ്റൊന്ന് ടി.എൻ. ജോയിയുടേതും. ടി.എൻ. ജോയിയുടെ ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചർച്ചയായത് എങ്കിൽ മാധവിക്കുട്ടിയുടേത് നിയമസഭയിൽ നടന്ന ഒരു പരാമർശത്തിന്റെ പേരിലാണ് വീണ്ടും ബഹുജന ശ്രദ്ധയിലേക്ക് വന്നത്. രണ്ട് സംഭവങ്ങളും മുസ്ലിം വിരുദ്ധ വംശീയതയുടെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകാൻ പര്യാപ്തമായവയായിരുന്നു. 2024 ഒക്ടോബർ മാസം തുടക്കത്തിലാണ് കേരള നിയമസഭയിൽ പ്രക്ഷുബ്ധമായ ആ രംഗങ്ങൾ അരങ്ങേറിയത്. ലീഗ് നേതാക്കളായ പി.കെ. ബഷീർ, നജീബ് കാന്തപുരം, ഇടത് സ്വതന്ത്രൻ കെ.ടി. ജലീൽ തുടങ്ങിയവർ തമ്മിലാണ് പോര് നടന്നത്. മലപ്പുറം ജില്ലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പരാമർശമായിരുന്നു വിഷയം. ഞാൻ C.H. മുഹമ്മദ് കോയയുടെ എല്ലാ ലേഖനങ്ങളും പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട്. പി.കെ. ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും. ഇങ്ങനെ പറഞ്ഞ കെ.ടി. ജലീലിന്റെ പരാമർശത്തോടു കൂടി തുടക്കം കുറിച്ച ഈ പോരിനിടയിൽ ജലീലിന്റെ നാവിൽ നിന്നും മാധവിക്കുട്ടിയുടെ മതം മാറ്റ പരാമർശവും പുറത്തു ചാടുകയായിരുന്നു. ഇതോടെ വിഷയം പുറത്തേക്കുമെത്തി. ഹിന്ദുത്വ ആഭിമുഖ്യമുള്ള മാധ്യമങ്ങൾ വിഷയം അങ്ങ് ഏറ്റെടുത്തു. സമദാനിയുടെ ഭാഗത്തു നിന്നും നടന്നത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യമാണ് എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തവർ ഒന്നടങ്കം പറഞ്ഞത്. ബലാത്സംഗം, വിവാഹ വാഗ്ദാനം നടത്തി പറ്റിക്കുക, ചതിച്ച് മതം മാറ്റുക തുടങ്ങിയവയാണ് പ്രധാനമായ ആരോപണങ്ങൾ. AP അഹമ്മദ് മാഷായിരുന്നു ആദ്യം പ്രതികരിച്ചയാൾ. ഒടുവിൽ മാധവിക്കുട്ടി നിയമസഭയിലും എന്ന ശീർഷകത്തിൽ തന്റെ ഫേസ്ബുക്ക് വാളിൽ എഴുതിയ കുറിപ്പിൽ മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തിൽ നടന്ന കുറ്റകൃത്യം കേരളീയ സമൂഹം മൂടിവെച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ വിഷയത്തിൽ 2024 ഒക്ടോബർ 9 AP അഹമ്മദ് മാഷ് പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തിന് പിന്നിൽ നടന്ന കുറ്റകൃത്യങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടും മൂടിവെക്കുന്ന കപട സമൂഹമാണ് മലയാളി. ഇപ്പോഴിതാ ഈ സംഭവത്തിന് 1/4 നൂറ്റാണ്ട് തികയുമ്പോൾ കേരള നിയമസഭയിൽ ആ വിശ്വപ്രതിഭയുടെ വിലാപം ഒരു സാമാജികന്റെ ഗർജനമായി മുഴങ്ങിയിരിക്കുന്നു. തീർത്തും അപക്വവും അനുചിതവുമായ വാഗ്വാദങ്ങൾക്കിടയിലാണ് സഭയിൽ മാധവിക്കുട്ടി കടന്നു വന്നത് എങ്കിലും അടച്ചിട്ട സത്യങ്ങൾ ഏതെങ്കിലും കലാപവേളയിൽ കൂടുപൊട്ടിച്ച് പുറത്തിറങ്ങുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മാധവിക്കുട്ടിയെ വഞ്ചിച്ച് മതം മാറ്റിയ കേസിന്റെ വക്കാലത്ത് BJP നേതാവ് ശ്രീധരൻ പിള്ളയെ ഏൽപ്പിച്ചതിലൂടെ ആരെയൊക്കെയാണ് സമദാനി ഒറ്റിയതെന്നും ജലീൽ ചോദിച്ചിരുന്നു. സഭ എന്നോ കേൾക്കാൻ കാത്തിരുന്ന ചോദ്യമായിരുന്നു അത് എന്ന് ജലീലിന് കിട്ടിയ ആരവങ്ങൾ തന്നെ തെളിയിച്ചു. ഇതായിരുന്നു അഹമ്മദ് മാഷിന്റെ വാക്കുകൾ. അടുത്ത ദിവസം ABC മലയാളത്തിന്റെ ചർച്ചയിൽ AP അഹമ്മദ് മാഷും പങ്കെടുത്തു. ഇത് സംബന്ധിച്ച ഏതാനും പുതിയ അവകാശവാദങ്ങളോടെയായിരുന്നു ചർച്ച തുടങ്ങിയത്. അവസാന കാലത്ത് പൂർവ്വ മതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് പുസ്തകത്തിലുണ്ട്. അവസാന കാലത്ത് പർദ്ദ വലിച്ചെറിഞ്ഞു. ലീലാ മേനോനെയും കവി വിജയലക്ഷ്മിയെയും വിളിച്ചു വരുത്തി ശ്രീകൃഷ്ണ സ്തോത്രം ചൊല്ലിച്ചിരുന്നു. മക്കൾ വന്നാണ് വീണ്ടും പർദ്ദ ഇടിപ്പിച്ചത്. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോയാൽ ഞങ്ങൾക്കൊന്നുമില്ല, പക്ഷെ തിരിച്ചിങ്ങോട്ട് വന്നാൽ അത് തങ്ങളെയും ബാധിക്കുമെന്ന് മക്കൾ പറഞ്ഞു. അവർ ഭീരുക്കളാണ്, അത് പുസ്തകത്തിലുണ്ട്. അവരെ ചതിച്ച രീതി അതിക്രൂരമാണ്. സമദാനിയുടെ റിസോർട്ടുണ്ട്, സർക്കാർ ചെലവിലുണ്ടാക്കി സ്വന്തമാക്കിയതാണ്. അഴിമതിയുടെ ആൾരൂപമാണ്. ആ റിസോർട്ടിൽ കൊണ്ടുപോയി ചാലിയാറിന്റെ പടവിലിരുത്തി ബലാത്കാരം ചെയ്തുവെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഗ്രീൻ ബുക്സ് ഈ പുസ്തകം മലയാളത്തിലാക്കിയപ്പോഴാണ് സമദാനി ശ്രീധരൻ പിള്ള വഴി വക്കീൽ നോട്ടീസ് അയച്ചത്. ഇങ്ങനെയൊരു കേസിൽ ശ്രീധരൻ പിള്ളയെ വക്കാലത്ത് ഏൽപ്പിക്കുന്നതിന്റെ നൈതികത നോക്കണമെന്നും അഹമ്മദ് മാഷ് പറയുന്നു. മാധവിക്കുട്ടിയെ അപമാനിച്ച ഒരാളുടെ കേസ് ശ്രീധരൻ പിള്ള എടുക്കാൻ പാടില്ലാത്തതായിരുന്നു. അതിലുണ്ടായ ഇടപാടുകളെക്കുറിച്ച് എല്ലാ കാലത്തും ചർച്ചയും ഉണ്ടായിരുന്നു. അത് വിളിച്ചു പറയാനും ഇപ്പോൾ ആളുണ്ടായി. ശ്രീധരൻ പിള്ള മുഖ്യസ്ഥാനത്തുണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് BJP ഇത് ഏറ്റെടുക്കാത്തത്. ലീഗ് നേതാവിൻ്റേത് കൊടിയ കുറ്റകൃത്യം തന്നെയാണ്. ഇനി സമദാനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. സമർത്ഥമായ മൗനം കൊണ്ട് രക്ഷപ്പെട്ടു പോയ കേസാണ് ഇത്. അതിനി നടക്കില്ല. 25 കൊല്ലത്തിനു ശേഷം കേസ് നിയമസഭ ഏറ്റെടുക്കുകയാണ് എന്നും അഹമ്മദ് മാഷ് പറഞ്ഞു. AP അഹമ്മദ് മാഷിന്റെ 2018 പ്രസംഗത്തിലും ഈ വിഷയത്തെക്കുറിച്ച് ഗഹനമായി തന്നെ പറയുന്നുണ്ട്. 2018 AP അഹമ്മദ് നടത്തിയ ആദ്യ വെളിപ്പെടുത്തൽ പിന്നീട് മറുനാടൻ മലയാളി പുനഃസംപ്രേഷണം ചെയ്യുകയുമുണ്ടായി.
സമദാനി എന്ന ഭീകരനെന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു AP അഹമ്മദിന്റെ പ്രസംഗം. ചേകന്നൂർ മൗലവിക്ക് വേണ്ടി വലിയ ഒച്ചവെച്ച എത്ര പേർ മാധവിക്കുട്ടിക്ക് വേണ്ടി ശബ്ദിച്ചു. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആഗോള കച്ചവടത്തിന്റെ മതപരിവർത്തനം എന്ന ആഗോള കൊള്ളയുടെ ഏറ്റവും വലിയ നേതാവ് മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ നേതാവും MP-യുമാണ് എന്ന് ചരിത്രം പകൽ വെളിച്ചം പോലെ വിളിച്ചു പറയുമ്പോൾ ലീല മേനോൻ ചങ്ക് പൊട്ടി പറഞ്ഞു നോക്കി. കേട്ടില്ല. ഇപ്പോൾ കനേഡിയൻ എഴുത്തുകാരി മെർലി വിസ്ബോർഡ് 10 വർഷം അവരോടൊപ്പം സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്ത ആത്മസുഹൃത്താണ്. മാധവിക്കുട്ടി ആരാണോ തത്തുല്യമായ എഴുത്തുകാരിയാണ് മെർലി വിസ്ബോർഡ്. നമ്മെപ്പോലെ കാപട്യമില്ലാത്തതുകൊണ്ട് തന്നെ അവരത് തുറന്നെഴുതി. മരിക്കുന്നതിന് മുൻപ് മാധവിക്കുട്ടിയോട് ഇവനാണ് ഭീകരൻ എന്ന് എഴുതട്ടെ എന്ന് ചോദിച്ചപ്പോൾ മരിച്ചു പോയിട്ട് അറസ്റ്റ് ചെയ്തു പോകുന്നത് കാണരുത് എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് പേര് മാറ്റണം, അങ്ങനെയാണ് സാദിഖലി ആയത് എന്നും പറയുന്നു. കമലിന് അത്ര പോലും കഴിഞ്ഞില്ല. വേഷമൊക്കെ ഒപ്പിച്ചു കൊടുത്തു, പക്ഷെ പേര് നൽകിയില്ല. അക്ബർ അലിയോ മറ്റോ. അക്ബർ അലിയും സാദിഖലിയുമല്ല. ആ ഭീകരന്റെ യഥാർത്ഥ പേര് സമദാനിയാണ് എന്ന് പറയാൻ മലയാളിക്ക് എന്താണ് നാക്ക് പൊന്താത്തത്? 67 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ ചാലിയാറിന്റെ തീരത്ത് വെച്ച് പ്രണയാന്തരീക്ഷം ഒരുക്കി ബലാത്കാരം ചെയ്തു. കലഹിക്കുമ്പോൾ കെട്ടിക്കോളാമെന്ന് പറയുക. ഇന്നു മുതൽ 10ാം ദിവസം ഭാര്യയാവും. അതിന് കണ്ടീഷൻ മതം മാറണം. പ്രണയത്തിനു വേണ്ടി ദാഹിച്ചു കൊണ്ടിരുന്ന ആ അത്യുത്തമമായ ജന്മം അതിന് തയ്യാറായി. അവർ മതം മാറാൻ ഏർപ്പാട് ചെയ്തു. പാളയം ഇമാമിനെ വിളിച്ചു വരുത്തി തിരുവനന്തപുരം സൗത്ത് പാർക്കിൽ ഡിന്നറും ബുക്ക് ചെയ്തു. കേരളത്തിൽ ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്ത ലവ് ജിഹാദ് എന്ന വിശേഷണത്തോടെയാണ് ABC മലയാളം, മറുനാടൻ മലയാളി, ജനം എന്നീ ചാനലുകളെല്ലാം തന്നെ ഈ വിഷയം ചർച്ച ചെയ്തത്. ഹിന്ദുവിനെ ഒറ്റിയ കഥ ജലീൽ പറയുന്നു എന്ന ശീർഷകത്തിൽ ABC-യിൽ നടന്ന ചർച്ചയിൽ അവതാരകനൊപ്പം KT ജലീലും പങ്കുകൊണ്ടു. 2018-ൽ മതം മാറ്റം, മതനിരപേക്ഷത എന്ന വിഷയത്തിൽ എടക്കരയിൽ നടന്ന സെമിനാറിൽ താൻ ഈ വിഷയം പറഞ്ഞതോർത്തുകൊണ്ടാണ് അഹമ്മദ് മാഷ് അന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. മാധവിക്കുട്ടിയുടെ കൂട്ടുകാരി മെർലി വിസ്ബോർഡ് അവരോടൊപ്പം ജീവിച്ച് ഒരു പുസ്തകം എഴുതി. മതം മാറ്റത്തിന് ശേഷം മാധവിക്കുട്ടി 10 കൊല്ലത്തോളം ജീവിച്ചു. അവരോട് മാധവിക്കുട്ടി തന്റെ സങ്കടങ്ങൾ പറഞ്ഞു. മരിക്കുന്നതിന് മുൻപ് അവർ അത് വായിച്ചു കൊടുത്തു. ഇവനെ, അതായത് സമദാനിയെ, കുറച്ചു കാലമെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവല്ലോ, അതുകൊണ്ട് പേര് മാറ്റിയേക്ക്. മരണശേഷമാണ് എങ്കിലും അറസ്റ്റ് ചെയ്തു പോകുന്നത് കാണാൻ വയ്യ എന്ന് പറഞ്ഞു. സമദാനിയുടെ പേര് സാദിഖലി എന്ന് മാറ്റിയാണ് പ്രസിദ്ധീകരിച്ചത്. സമദാനിയാണ് എന്ന് തിരിച്ചറിയാൻ ധാരാളം അടയാളങ്ങൾ അതിലുണ്ട്. മുസ്ലിം ലീഗ് നേതാവാണ്, മതപ്രഭാഷകനാണ്, രാജ്യസഭാ അംഗമാണ്, അല്ലാമ ഇക്ബാലിന്റെ ഫാനാണ്, 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ പുസ്തകവുമായി ഞാൻ പലരെയും കണ്ടു. പക്ഷെ ആരും ഇത് ഉന്നയിക്കാൻ തയ്യാറായില്ല. കാര്യം എല്ലാവർക്കും അറിയാം. മാതൃഭൂമിയെ ആക്ഷേപിക്കുന്ന നിലപാടെടുക്കുകയില്ല എന്ന് ഒരാൾ പറഞ്ഞു. മുസ്ലിങ്ങൾ മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തെ ആവേശത്തോടെ തന്നെ കാണുന്നു. അത് ചതിയാണ് എന്ന് പറഞ്ഞാൽ അവർ നിരാശരാകും. അത് വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന് ഇടതുപക്ഷക്കാരായ സുഹൃത്തുക്കൾ പറഞ്ഞു. അങ്ങനെയാണ് 2017-ൽ എടക്കരയിലെ സ്വതന്ത്ര ലോകം സെമിനാറിൽ വെച്ച് ഇത് തുറന്നു പറഞ്ഞത്. പിന്നീട് മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു. ലീല മേനോൻ കൈരളിയിൽ പണ്ഡിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അഭിമുഖം കട്ട് ചെയ്തു. ഇതുമായി ബന്ധപ്പെടുന്ന മറുനാടൻ മലയാളിയിൽ ഷാജൻ സ്കറിയയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ AP അഹമ്മദ് മാഷ് പറഞ്ഞ വാക്കുകൾ കേരളീയ സമൂഹത്തെ ഞെട്ടിത്തെരിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ആ വീഡിയോയുടെ ശീർഷകം റേപ്പ് ചെയ്ത് മതം മാറ്റം, സമദാനിയുടെ ക്രൂരത, സമദാനി മാധവിക്കുട്ടിയെ റേപ്പ് ചെയ്ത് മതം മാറ്റി $10 ലക്ഷം പ്രതിഫലവും കൈപ്പറ്റി എന്നായിരുന്നു. മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തെ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ വിഷയം പൊതുവേദിയിലെത്തിക്കാൻ വിയർപ്പൊഴുക്കിയ AP അഹമ്മദ് മാഷ് കാണുന്നത്. ആദ്യം മുതൽ AP അഹമ്മദ് മാഷിന്റെ വാദങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. ഈ ആരോപണങ്ങൾ പിന്നീട് മറ്റുള്ളവരും ആവർത്തിച്ചു. AP അഹമ്മദ് മാഷിന്റെ 2018-ലെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: അവർ മതം മാറി. പിന്നെ കേൾക്കുന്ന കഥ ഇതാണ്: സൗദി അറേബ്യൻ ജലിയാത്തിൽ നിന്ന് $10 ലക്ഷം ഈ കച്ചവടത്തിന് കൈപ്പറ്റിയത്. ലോക പ്രശസ്ത എഴുത്തുകാരിയെ ഞാനിതാ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആ കങ്കാണിയുടെ പേര് എന്തുകൊണ്ടാണ് മലയാളം മിണ്ടാത്തത്? മുൻ കാലടി സർവകലാശാല VC ഡോക്ടർ KS രാധാകൃഷ്ണനും AP അഹമ്മദ് മാഷും മാധ്യമപ്രവർത്തകൻ രാമചന്ദ്രനും
പങ്കെടുത്ത ചർച്ചയിൽ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ കൂടുതൽ കൂട്ടിച്ചേർക്കൽ നടത്തി. ഇസ്ലാമിക പണ്ഡിതൻ റിയാലു സാഹിബിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഫണ്ടിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത്. KM റിയാലു എന്നയാൾ മരിച്ച ശേഷം അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമത്തിലോ റിസാലയിലോ വന്ന ലേഖനത്തിൽ പറഞ്ഞിരുന്നത് അദ്ദേഹം 1000 പേരെ മതം മാറ്റിയിട്ടുണ്ട് എന്നാണ്. തമിഴ്നാട്ടിലെ ചില പ്രസിദ്ധരുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് മാധവിക്കുട്ടിയെ മതം മാറ്റിയത് എന്നും അത് മാത്രമല്ല 1000 പേരെ മതം മാറ്റിയിട്ടുണ്ട് എന്നും ലേഖനത്തിൽ പറഞ്ഞിരുന്നു. മറ്റൊരു അവകാശവാദവും അതിലുണ്ട്. മതം മാറിയവർക്ക് ആളും അർത്ഥവും നൽകിയിട്ടുണ്ട്. ഒന്നും വെറുതെയല്ല. റിയാലും ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ വിദഗ്ധ പരിശീലനം നേടിയ ആളാണ്. കുവൈത്തിൽ നിന്നാണ് അന്ന് അവിടേക്ക് പോയത്. ഇറാനിൽ നിന്ന് കുവൈറ്റിലെത്തിയ റിയാലുവിനെ കുവൈറ്റ് സർക്കാർ ഇന്ത്യയിലേക്ക് നാടുകടത്തി. ഇക്കാലത്ത് സൗദി അറേബ്യയിലെ കിങ് അബീസ് സർവകലാശാല ഒരു പ്രത്യേക ഇസ്ലാമിക് ഫണ്ടിങ്ങിന്റെ പ്രവർത്തനം തുടങ്ങി. 18,000 മില്യൺ അമേരിക്കൻ ഡോളറാണ് അതിനുവേണ്ടി ചിലവാക്കിയത്. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പിരിച്ചു കിങ് അബ്ദുൽ അസീസ് സർവകലാശാലയ്ക്ക് കൊടുക്കുകയായിരുന്നു. മാധ്യമം, സാഹിത്യം, സർവകലാശാല അധ്യാപനം തുടങ്ങി 3 രംഗത്താണ് പണം നിക്ഷേപിച്ചത്. സർവകലാശാല അധ്യാപനത്തിൽ സ്കോളർഷിപ്പും ഫെലോഷിപ്പും കൊടുത്തു. പക്ഷേ ഗവേഷണ വിഷയം അവരാണ് നിശ്ചയിക്കുക. സാഹിത്യരംഗത്ത് വലിയ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തി. അതിന്റെ ഭാഗമായി മലയാളത്തിൽ തുടങ്ങിയതാണ് മാധ്യമം. ഇതിനുള്ള ഫണ്ടിംഗ് ഏജൻസിയായി പ്രവർത്തിച്ചത് റിയാലുവാണ്. ഇതിന് റിയാലുവിന് കിട്ടിയ നിർദ്ദേശം ഇവയാണ്: ഇസ്ലാമിക സംസ്കാരം പ്രചരിപ്പിക്കണം. അതിനുവേണ്ടി ആഹാരത്തിലും പാർപ്പിടത്തിലും വസ്ത്രത്തിലും ഒരു ഹലാൽ ടച്ച് കൊണ്ടുവരണം. ഇസ്ലാമിക തത്വചിന്തയ്ക്ക് സ്വീകാര്യതയുണ്ടാക്കണം. 3ാമത്തെ കാര്യമാണ് പ്രഗത്ഭരെ കണ്ടെത്തി ഇസ്ലാമിലേക്ക് മതം മാറ്റണമെന്നത്. അതിന്റെ ഭാഗമായാണ് 1000 പേരെ മതം മാറ്റിയതും പർദ്ദയൊക്കെ പ്രചാരത്തിലായതും. അറബ് ഫണ്ടിന്റെ രുചി വരുന്നതും ഇതേ സമയത്ത് തന്നെയാണ്. ഇക്കാലത്ത് മാധ്യമവും തുടങ്ങി. ചെറിയ തുകയ്ക്കല്ല ഇയാൾ മതം മാറ്റിയത്. മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തിന് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ശ്രീകൃഷ്ണനെയോ ആരെയെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചാലും മരിക്കുമ്പോൾ ഇസ്ലാമിക ആചാരപ്രകാരം തന്നെ സംസ്കരിക്കണം. അവരുമായി ഈ ധാരണ നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ട്. മകൻ MD നാലപ്പാട്ടാണ് എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തത്. അദ്ദേഹമാണ് ഇതിന്റെ ഡീൽ ഉണ്ടാക്കിയത്. മാധവിക്കുട്ടിയെ ആരും ട്രാപ്പിലാക്കിയതല്ല. അവരത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. റിയാലു ഒന്നും നേരിട്ടല്ല ചെയ്തത്. സമദാനിയായിരുന്നു ഏജന്റ്. അതിൽ സമദാനിക്ക് ലാഭമുണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇവരൊക്കെ പറയുന്ന പ്രണയം ഉപയോഗിച്ചായിരിക്കാം ഇതൊക്കെ ചെയ്തത്. പക്ഷേ അത് മാത്രമല്ല കാരണം. സാമ്പത്തിക ഇടപാട് നടന്നിട്ടുള്ളത് തന്നെയാണ്. റിയാലുവിന്റെ അജണ്ട വ്യക്തമാണ്. റിയാലു തന്നെയാണ് സിമിയും സത്വസരണിയും സ്ത്രീ സംഘടനയും ഒക്കെ തന്നെ ഉണ്ടാക്കിയത്.